Hi, hello dear friends, welcome back. This is Lakshmi Krishna and you're watching നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ തികച്ചും നാടനായിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കണ്ടു കേട്ടോ. അപ്പം നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനം എന്താ വെച്ചാൽ നല്ല മുന്തൻ വാഴയ്ക്ക എന്ന് പറയില്ലേ, നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാഴയ്ക്ക ഉണ്ടല്ലോ, അതിലൊരു 2 എണ്ണം ഞാൻ എടുത്ത് തോലൊക്കെ കളഞ്ഞിട്ട് 4ആയിട്ട് കീറി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഈ വാഴയ്ക്കേൻ്റെ കളറൊക്കെ മാറിയിട്ട് അത് കറുത്തു പോകും. അതുകൊണ്ട് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ആ രീതിയിൽ ഒരു 2 വാഴയ്ക്ക കട്ട് ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിൻ്റെ കളറൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന അളവ് വരെയിലും നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ വാഴയ്ക്ക പൊരിയൽ അല്ലെങ്കിൽ വാഴയ്ക്ക ചുക്ക പൊരിയൽ തയ്യാറാക്കാനായിട്ട് ഒരരപ്പ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ഒരു 1/4 മുറി തേങ്ങ തിരിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതാണ്ട് 1 കപ്പ് ഉണ്ടാവും കേട്ടോ ഈ തേങ്ങ ചിരുവിയത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു. ഇതിപ്പോൾ വലിയ അല്ലി ആയതുകൊണ്ടാണ് 4 അല്ലി ചേർത്ത് കൊടുത്തത്. ചെറുതാണെങ്കിൽ 2-3 കൂടെ ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഇതിലേക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ അരപ്പിലേക്ക് എരിവിന് ആവശ്യത്തിനായിട്ട് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിന് എരിവിന് നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും നമുക്കിതിലോട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു വറ്റൽമുളകാണ്. ഇതിപ്പോൾ അധികം എരിയൊന്നും ഇല്ലാത്തൊരു മുളകാണ്. അങ്ങനെ എരിയുള്ള മുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ കുരു മാറ്റിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് തോരത്തിനെന്നോളം ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ. 1-2 പ്രാവശ്യം മിക്സി ജാറിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ അരപ്പ് നമ്മുടെ വഴണ്ടുകൊണ്ടിരിക്കുന്ന ഉള്ളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അതുവരെയും നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ മൂത്ത് വരും കേട്ടോ. നല്ലൊരു മൂത്ത മണം വരുന്നത് വരെയും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ വന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരപ്പ് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് നമ്മൾ ഈ രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വാഴയ്ക്ക കഷ്ണങ്ങളിലേക്ക് നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരികയും വാഴയ്ക്കേൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് വരികയും ചെയ്യും. ഈ രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക വഴി ഈ വാഴയ്ക്കേൻ്റെ പുറം ഒന്ന് ലൈറ്റായിട്ട് കുക്കായി വരും കേട്ടോ. അപ്പോൾ നമ്മളിനി വേവിക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാണ്ട് ഓരോ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിന് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏതാണ്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോഴേക്കും നമ്മുടെ വാഴയ്ക്ക ചുക്ക പൊരിയൽ തയ്യാറായിട്ടുണ്ട്. വാഴയ്ക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പൊക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുമുണ്ട്. നല്ലൊരു മണം വരണുണ്ട് കേട്ടോ തുറക്കുമ്പോൾ. അത് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക ചുക്ക പൊരിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി. സാമ്പാർ സാദത്തിൻ്റെ കൂടെയും തൈര് സാദത്തിൻ്റെ കൂടെയും പിന്നെ പരിപ്പും ചോറൊക്കെ വെച്ചിട്ട് അതിന് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ
താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.